ഹായ് എല്ലാവർക്കും നമസ്കാരം. ഡെൽറ്റ ലാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ തേർഡ് പാർട്ടാണ് ഇന്ന് എടുക്കുന്നത്. അതായത് ഇനി കാൽസ്യത്തിൻ്റെ ചില പ്രധാനപ്പെട്ട സംയുക്തങ്ങൾ അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു എസ് ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിയും. ഓക്കെ, സോ അതിലേക്ക് നമുക്ക് പോവാം. കാൽസ്യത്തിൽ ചില പ്രധാനപ്പെട്ട സംയുക്തങ്ങൾ: കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം സൾഫേറ്റ്, കാൽസ്യം കാർബണേറ്റ്, സിമന്റ് എന്നിവ കാൽസ്യത്തിന്റെ പ്രധാന സംയുക്തങ്ങളാണ്. ഇവ വ്യാവസായികമായി പ്രാധാന്യമുള്ള സംയുക്തങ്ങളാണ്. ഇവയുടെ വലിയ തോതിലുള്ള നിർമ്മാണവും ഉപയോഗവും ചുവടെ വിവരിച്ചിരിക്കുന്നു. അപ്പം കാൽസ്യത്തിന്റെ പ്രധാനപ്പെട്ട കോമ്പൗണ്ട്സ്, അതിന്റെ യൂസസ്, അതെങ്ങനെയാണ് പ്രിപ്പറേഷൻ, കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ഉള്ളതെന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ്. കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്യുക്ലൈം നമ്മളതിനെ പറയും, അഥവാ നീറ്റുകക്ക എന്നും പറയാറുണ്ട്. ഓക്കെ, CaO കാൽസ്യം ഓക്സൈഡ്. ഇനി ചുണ്ണാമ്പ് കല്ല്, അതായത് കാൽസ്യം കാർബണേറ്റ്, ഒരു റോട്ടറി ചൂളയിൽ 1070 മുതൽ 1270 കെൽവിൻ താപനിലയിൽ ചൂടാക്കി കാൽസ്യം ഓക്സൈഡ് വ്യാവസായികമായി നിർമ്മിക്കുന്നു. അപ്പോൾ കാൽസ്യം ഓക്സൈഡ് നമുക്ക് കമേഴ്ഷ്യലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? ചുണ്ണാമ്പ് കല്ല്, അതായത് ലൈം സ്റ്റോൺ, അതാണ് കാൽസ്യം കാർബണേറ്റ്. അതിന് എന്ത് ചെയ്യുന്നു? ഒരു റോട്ടറി ചൂളയിൽ വലിയ ടെമ്പറേച്ചറാണ്, 1070 മുതൽ 1270 കെൽവിൻ വരെയുള്ള വലിയ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്നു. ആ ചൂടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ക്യുക്ലൈം. ആ റിയാക്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഈ ഒരു സിമ്പിളാണ്, അത് വിത്ത് ഹീറ്റ്. ഓക്കെ, ഇപ്പോൾ കാൽസ്യം ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കിട്ടുന്നു. ഇനി രാസപ്രവർത്തനം പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന മാത്രയിൽ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നതനുസരിച്ച് ആ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? റിമൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കാൽസ്യം ഓക്സൈഡ് വെളുത്ത അമോർഫസ് ഖരമാണ്. 2870 കെൽവിൻ ആണ് ഇതിന്റെ ദ്രവണാങ്കം. സോ ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 2870 കെൽവിൻ ആണ്. അതൊരു വൈറ്റ് അമോർഫസ് ആയിട്ടുള്ള ഒരു സോളിഡ് ആണ്. ആൻഡ് അന്തരീക്ഷത്തിൽ തുറന്നിരുന്നാൽ ഇത് ഈർപ്പവും കാർബൺ ഡൈ ഓക്സൈഡും ആഗിരണം ചെയ്യും, അല്ലെ? അപ്പോൾ എന്താണ്? മോയ്സ്ചറും കാർബൺ ഡൈ ഓക്സൈഡിനെ എന്താണ് ഇവർ അബ്സോർബ് ചെയ്യും, ഇവരെന്താണ് ഓപ്പൺ ആയിട്ട് അല്ലെ തുറന്ന് വെച്ചാൽ. അപ്പോൾ ആ ഒരു റിയാക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാൽസ്യം ഓക്സൈഡും വാട്ടറും കൂടെ ചേർന്ന് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ എന്താണ്? കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, അടുത്തത് നിയന്ത്രിത അളവിൽ ജലം ചേർത്താൽ ലൈം കട്ട പൊടിയുന്നു, അല്ലെ? അപ്പോൾ ഈ ലൈം എന്ന് പറയുന്നത് എന്താണ്? വെള്ളം ചേർത്താൽ എന്താണ്? ചെറുതായിട്ട് പൊടിഞ്ഞു വരും. സോ ഈ പ്രക്രിയ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലേക്കിംഗ് ഓഫ് ലൈം അല്ലെങ്കിൽ കക്കയുടെ നീറ്റൽ എന്ന് പറയുന്നത്. അപ്പം കുറച്ച് വെള്ളം ഈ ഒരു ലൈമിൻ്റെ കട്ടയിലോട്ട് നമ്മൾ ആഡ് ചെയ്താൽ അതെന്താണ്? ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരും. ഇതിനെയാണ് സ്ലേക്കിംഗ് ഓഫ് ലൈം എന്ന് വിളിക്കുന്നത്, അല്ലെ കക്കയുടെ നീറ്റൽ എന്ന് പറയുന്നത്. ഇനി ക്യുക്ലൈം സോഡ ഉപയോഗിച്ച് നീറ്റുകയാണെങ്കിൽ ഖരരൂപത്തിലുള്ള സോഡ ലൈം ലഭിക്കുന്നു. അപ്പോൾ ഈ നമ്മൾ സ്ലേക്കിംഗ് ചെയ്യുന്നത് സോഡ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ്? സോഡ ലൈം ആയിരിക്കും അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്നത്. ഇനി ഒരു ക്ഷാര ഓക്സൈഡ് ആയതിനാൽ അമ്ല ഓക്സൈഡുകളുമായി ഉയർന്ന ഊഷ്മാവിൽ ഇത് സംയോജിക്കുന്നു. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഓക്സൈഡാണ്, ബേസിക് നേച്ചറുള്ള ഓക്സൈഡാണ്. അതുകൊണ്ട് ഇതിനെന്താണ്? അസിഡിക് ഓക്സൈഡ്സുമായിട്ട് ഉയർന്ന ടെമ്പറേച്ചറിൽ, ഹൈ ടെമ്പറേച്ചറിൽ ഇതിനെന്താണ്? കമ്പൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ രണ്ട് റിയാക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. കാൽസ്യം ഓക്സൈഡ് പ്ലസ് സിലിക്കൺ ഡയോക്സൈഡ്, കാൽസ്യം സിലിക്കേറ്റ്, പിന്നെ കാൽസ്യം ഫോസ്ഫേറ്റ് ഒക്കെ ഫോം ചെയ്യുന്ന റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യുക്ക് ലൈം എന്ന് പറയുന്നത്, നീറ്റുകക്ക. അപ്പോൾ നീറ്റുകക്കയുടെ പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞു. ലൈം സ്റ്റോൺ ഹീറ്റ് ചെയ്ത് വലിയ ടെമ്പറേച്ചറിൽ, ഉയർന്ന ടെമ്പറേച്ചറിൽ റോട്ടറി ചൂളയിലാണ് കാൽസ്യം ഓക്സൈഡ് നിർമ്മിക്കുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് റിയാക്ഷൻസും കാര്യങ്ങളും പറഞ്ഞു. അതിനുശേഷം ഇനി നമുക്ക് ഉപയോഗങ്ങളിലേക്ക് കിടക്കാം. ഇനി ഇത് ആൽക്കലിയുടെ ഒരു വില കുറഞ്ഞ രൂപവും സിമെന്റ് നിർമ്മിക്കുന്നതിനാവശ്യമായ ഒരു പ്രധാന പ്രാഥമിക വസ്തുവുമാണ്, അല്ല? അപ്പോൾ സിമെന്റ് നിർമ്മിക്കാനായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാഥമിക ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, ഒരു പ്രൈമറി മെറ്റീരിയലാണ് നമ്മുടെ ഈ ഒരു കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ സിമെന്റ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നു. അതുപോലെ കാസ്റ്റിക് സോഡയിൽ നിന്നും സോഡിയം കാർബണേറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ സോഡിയം കാർബണേറ്റിന്റെ പ്രിപ്പറേഷനിലും എന്താണ്? ഇത് ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ ചായങ്ങൾ നിർമ്മിക്കുവാനും പഞ്ചസാരയുടെ ശുദ്ധീകരണത്തിനും ഇത് ഉപയോഗിക്കുന്നു. അടുത്തത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സ്ലേക്കട്ട് ലൈം, ചുണ്ണാമ്പ്, കുമ്മായം എന്നൊക്കെ പറയും. കാൽസ്യം CaOH ട്വൈസ്. ഓക്കെ, അപ്പം ആദ്യത്തെ ക്യുക്ക് ലൈം ആണ് കാൽസ്യം ഓക്സൈഡ്. സ്ലേക്കട്ട് ലൈം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ നോക്കാം, ക്യുക്ക് ലൈമിൽ ജലം ചേർത്താണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് നിർമ്മിക്കുന്നത്. ഇത് വെളുത്ത അമോർഫസ് പൊടിയാണ്. അപ്പോൾ ഒരു വൈറ്റ് അമോർഫസ് ആയിട്ടുള്ള ഒരു പൗഡറാണ് അത് നമ്മുടെ ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. സോ ഇതിനെ എന്താണ് ചെയ്യുന്നത്? ഇത് ജലത്തിൽ കുറച്ച് മാത്രമേ ലയിക്കുന്നുള്ളൂ. ഇതിന്റെ ജലീയ ലായനി, അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന അക്വ സൊല്യൂഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ചുണ്ണാമ്പ് വെള്ളം എന്നും, ജലത്തിൽ ലയിക്കാതെ നിൽക്കുന്ന സ്ലേക്കട്ട് ലൈമിനെ നമ്മൾ ചുണ്ണാമ്പ് പാൽ എന്നും പറയുന്നു. അപ്പോൾ ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ലൈം വാട്ടർ ആണ്. ഓക്കെ, അപ്പം ആ ജലത്തിൽ
ലയിക്കുന്ന അക്വസ് സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്നത് ലൈം വാട്ടറും ആ ജലത്തിൽ ലയിക്കാതെ കിടക്കുന്ന ആ പാർട്ടിനെ നമ്മൾ വിളിക്കുന്നത് മിൽക്ക് ഓഫ് ലൈം എന്നാണ്, അല്ലെങ്കിൽ ചുണ്ണാമ്പ് പാൽ എന്ന് പറയും. ഓക്കെ, മിൽക്ക് ഓഫ് ലൈമും ലൈം വാട്ടറും. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിടുമ്പോൾ കാൽസ്യം കാർബണേറ്റ് രൂപപ്പെടുന്നതിനാൽ അത് പാൽ നിറമാകുന്നു. അപ്പോൾ എന്താണ്, ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ എന്താണ്, കാൽസ്യം കാർബണേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നതാണ്, ഒരു മിൽക്കി ആയിട്ടുള്ള ഒരു കളറിലോട്ട് ആ വെള്ളം മാറും, ആ സൊല്യൂഷൻ മാറും. സോ അതാണ് അതിന്റെ റീസൺ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇതിന്റെ ആ ഒരു എക്സ്പെരിമെന്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇനി അമിതമായി കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ അവക്ഷിപ്തം ലയിച്ച കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് രൂപപ്പെടുന്നു. കാൽസ്യം കാർബണേറ്റ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുവാണ്, അമിതമായിട്ട് കടത്തിവിടുവാണെങ്കിൽ അത് കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ആയിട്ട് മാറുന്നു. അടുത്ത് നോക്കാം, ചുണ്ണാമ്പ് പാൽ ക്ലോറിനുമായി പ്രവർത്തിച്ചാൽ ബ്ലീച്ചിങ് പൗഡറിന്റെ ഘടകമായ ഹൈപ്പോക്ലോറേറ്റ് ഉണ്ടാകുന്നു. അപ്പൊ ചുണ്ണാമ്പ് പാൽ എന്ന് പറയുന്നത് നമ്മുടെ മിൽക്ക് ഓഫ് ലൈം ആണ്. മിൽക്ക് ഓഫ് ലൈം എന്ന് പറയുന്നത് നമ്മൾ ക്ലോറിനുമായിട്ട് പ്രവർത്തിക്കുന്നു. ക്ലോറിനുമായിട്ട് പ്രവർത്തിച്ചാൽ നമ്മുടെ ഹൈപ്പോക്ലോറേറ്റ്, അതായത് അത് ബ്ലീച്ചിങ് പൗഡറിന്റെ ഒരു ഘടകമാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് ആര്, ഈ ഹൈപ്പോക്ലോറേറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ആ ബ്ലീച്ചിങ് പൗഡറിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഇവിടെ നമുക്ക് ഫോം ചെയ്യുന്നു. ഓക്കെ, അത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, അതായത് മിൽക്ക് ഓഫ് ലൈം ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ബ്ലീച്ചിങ് പൗഡർ കിട്ടുന്നു. ഓക്കെ, ഇനി അടുത്ത ഇതിന്റെ ഉപയോഗങ്ങൾ നോക്കാം. അപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അതിന്റെ പ്രിപ്പറേഷൻ എന്താണെന്ന് പറഞ്ഞു, സ്ലേക്കറ്റ് ലൈം ആണ്. അതുപോലെ തന്നെ ലൈം വാട്ടർ എന്താണ്, മിൽക്ക് ഓഫ് ലൈം എന്താണെന്ന് കണ്ടു. കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ അവർ കാൽസ്യം കാർബണേറ്റും, എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ അവർ കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റും ഫോം ചെയ്യും. ഇനി അടുത്തത് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്താൽ ബ്ലീച്ചിങ് പൗഡറിന്റെ ഒരു ഘടകവും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി അടുത്ത അതിന്റെ യൂസസ് നോക്കാം. ഉപയോഗങ്ങൾ, കെട്ടിട നിർമ്മാണ വസ്തുവായ ചുണ്ണാമ്പ് ചാന്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അപ്പൊ ചുണ്ണാമ്പ് എന്താണ്, ചാന്തിന്റെ, അതായത് നമ്മൾ ഈ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അതുപോലെ ഇതിന്റെ അണുനാശ സ്വഭാവം മൂലം വെള്ളം പൂശുന്നതിനായി ഉപയോഗിക്കുന്നു, അല്ലെ വൈറ്റ് വാഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ് നമ്മുടെ സ്ലേക്കറ്റ് ലൈം ആണ്. അതുപോലെ തന്നെ നമുക്ക് കുമ്മായം ഒക്കെ നമ്മൾ പറയുന്നത്, അപ്പൊ കുമ്മായം എന്താണ്, വൈറ്റ് വാഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഗ്ലാസ് ഉണ്ടാക്കുന്നതിനും തുകൽ ഉറക്കിടുന്ന വ്യവസായത്തിലും ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിലും പഞ്ചസാര ശുദ്ധീകരണത്തിനും ഉപയോഗിക്കുന്നു. സോ അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ യൂസസ്. അടുത്താണ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ എന്താ, ചുണ്ണാമ്പ് കല്ല്. ചുണ്ണാമ്പ് കല്ല്, ചോക്ക്, മാർബിൾ എന്നീ വ്യത്യസ്ത രൂപങ്ങളിൽ കാൽസ്യം കാർബണേറ്റ് പ്രകൃതിയിൽ കാണപ്പെടുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് സ്ലേക്കറ്റ് ലൈമിലൂടെ കടത്തിവിടുന്നതിലൂടെയോ കാൽസ്യം ക്ലോറൈഡ് സോഡിയം കാർബണേറ്റ് ചേർത്തോ കാൽസ്യം കാർബണേറ്റ് നിർമ്മിക്കാം, അല്ലെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുമ്പോൾ നമുക്ക് കാൽസ്യം കാർബണേറ്റ് കിട്ടും. അല്ലെങ്കിൽ എന്താണ്, കാൽസ്യം ക്ലോറൈഡ് സോഡിയം കാർബണേറ്റുമായിട്ട് ചേർത്തോ നമുക്ക് എന്താണ്, കാൽസ്യം കാർബണേറ്റ് നിർമ്മിക്കാനായിട്ട് സാധിക്കും. സോ ജലത്തിൽ ലയിക്കുന്ന കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് രൂപപ്പെടുമെന്നതിനാൽ അമിത തോതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒഴിവാക്കേണ്ടതാണ്, അല്ലെ. അപ്പം അമിത തോതിലല്ല കാർബൺ ഡൈ ഓക്സൈഡ്, ചെറിയ തോതിൽ മതി. അപ്പം എന്താണ്, കാൽസ്യം കാർബണേറ്റ് കിട്ടും. അമിത തോതിലാണെങ്കിൽ അതെന്താണ്, കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ആകും, അതെന്താണ്, ജലത്തിൽ ലയിക്കുന്നതാണ്. ഇനി കാൽസ്യം കാർബണേറ്റ് വെളുത്ത മൃദുവായ പൊടിയാണ്. ഇത് ജലത്തിൽ ഏറെക്കുറെ അലേയമാണ്. 1200 കെൽവിൻ ഊഷ്മാവിൽ ചൂടാക്കിയാൽ ഇത് വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു, അല്ലെ. അപ്പൊ കാൽസ്യം കാർബണേറ്റിനെ 1200 കെൽവിനിൽ ഹീറ്റ് ചെയ്താലാണ് ഇത് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് വിഘടിക്കുന്നത്. ഇനി ഇത് നേർപ്പിച്ച അമ്ലങ്ങളുമായി പ്രവർത്തിച്ച കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാക്കുന്നു. അപ്പൊ ഇവര് ഡൈല്യൂട്ട് ആയിട്ടുള്ള ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. ആ റിയാക്ഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്, അല്ലെ. HCl H2SO4 ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും കാൽസ്യം ക്ലോറൈഡ്, ഇവിടെ കാൽസ്യം സൾഫേറ്റ് അലോങ് വിത്ത് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. സോ അതാണ് കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ കാൽസ്യം കാർബണേറ്റിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിന്റെ ഒരു റിയാക്ഷൻ പ്രോപ്പർട്ടി ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത എന്താണ്, അതിന്റെ യൂസസ് പറയാം. ഓക്കെ, ഉപയോഗങ്ങൾ, മാർബിളിന്റെ രൂപത്തിൽ കെട്ടിട നിർമ്മാണ സാമഗ്രിയായും ക്വിക്ക് ലൈമിന്റെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു, അല്ലെ. അപ്പൊ കെട്ടിട നിർമ്മാണ സാമഗ്രിയായിട്ടും അതുപോലെ ക്വിക്ക് ലൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇരുമ്പ് പോലെയുള്ള ലോഹങ്ങളുടെ സംസ്കരണത്തിൽ ഫ്ലക്സായി മഗ്നീഷ്യം കാർബണേറ്റിനൊപ്പം കാൽസ്യം കാർബണേറ്റും ഉപയോഗിക്കുന്നു. പ്രത്യേകമായി അവക്ഷിപ്തപ്പെടുത്തിയെടുത്ത കാൽസ്യം കാർബണേറ്റ് ഉന്നത ഗുണനിലവാരമുള്ള പേപ്പറിന്റെ നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു. അപ്പൊ പേപ്പർ ഹൈ ക്വാളിറ്റി പേപ്പർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും ച്യൂയിങ് ഗമ്മിന്റെയും ഒരു ഘടകമായും ടൂത്ത് പേസ്റ്റിൽ മിനുസപ്പെടുത്താനുള്ള വസ്തുവായും പ്രത്യമ്ലമായും ഉപയോഗിക്കുന്നു, അല്ലെ. അപ്പം എന്താണ്, പ്രത്യമ്ലം എന്ന് പറഞ്ഞാൽ ആന്റാസിഡ് ആണ്. അപ്പൊ ആന്റാസിഡ് ആയിട്ടും അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റിൽ മിനുസപ്പെടുത്താനായിട്ടും ഉള്ള വസ്തുവായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ കാൽസ്യം കാർബണേറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് യൂസ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. അടുത്ത കാൽസ്യത്തിന്റെ കോമ്പൗണ്ട് ആണ്
കാൽസ്യം സൾഫേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കേട്ടിട്ടുണ്ടാവും. കാൽസ്യം സൾഫേറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, CaSO4.12H2O ആണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. കാൽസ്യം സൾഫേറ്റിൻ്റെ അർദ്ധ ഹൈഡ്രേറ്റ് ആണ്, അല്ലെ? അർദ്ധ ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഹെമി ഹൈഡ്രേറ്റ്, അതാണ് ½ H2O എന്ന് പറയുന്നത്. ഓക്കെ, ഹൈഡ്രേറ്റ് ആണിത്. ജിപ്സം, അതായത് CaSO4.2H2O 393 കെൽവിൻ ചൂടാക്കുമ്പോൾ ഇത് ലഭിക്കും. അപ്പോൾ എങ്ങനെയാണ് കാൽസ്യം സൾഫേറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിർമ്മിക്കുന്നത്? ജിപ്സമാണ് CaSO4.2H2O. അപ്പോൾ അതിനെ എന്താണ് 393 കെൽവിനിൽ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് ഈ ഒരു കാൽസ്യം സൾഫേറ്റ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി 393 കെൽവിൻ താപനിലയ്ക്ക് മുകളിൽ ക്രിസ്റ്റലീകരണ ജലം നഷ്ടപ്പെടുകയും നിർജ്ജലീയ കാൽസ്യം സൾഫേറ്റ് രൂപം കൊള്ളുകയും ചെയ്യുന്നു. സോ ഇതിനെ ഡെഡ് ബേൺ പ്ലാസ്റ്റർ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് 393 കെൽവിനിൽ എബവ് ആണെങ്കിൽ അവിടെ എന്താണ് ക്രിസ്റ്റലീകരണ ജലം എന്താണ് നഷ്ടപ്പെടുന്നു. അവർക്ക് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്താണ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിർജ്ജലീയ കാൽസ്യം സൾഫേറ്റ്, അതായത് ആ ഒരു വാട്ടറിന്റെ മോളിക്യൂൾ ഇല്ലാത്ത അൺഹൈഡ്രസ് ആയിട്ടുള്ള കാൽസ്യം സൾഫേറ്റ് അവിടെ ഫോം ചെയ്യുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെഡ് ബേൺ പ്ലാസ്റ്റർ. ഓക്കെ, അപ്പം കാൽസ്യം സൾഫേറ്റ് എലോൺ വിത്തൗട്ട് ആ ഒരു വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ലോസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ഡെഡ് ബേൺ പ്ലാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ജലവുമായി സംയോജിച്ച് കട്ടിയാവാനുള്ള സവിശേഷ സ്വഭാവമുണ്ട്. പര്യാപ്തമായ ജലവുമായി ഇത് മിശ്രണം ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് സ്വഭാവമുള്ള വസ്തു ഉണ്ടാവുകയും അത് 5 മുതൽ 15 മിനിറ്റ് കൊണ്ട് ഉറച്ച കാഠിന്യമുള്ള വസ്തുവായി മാറുകയും ചെയ്യുന്നു. അല്ലെ, നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അറിയാം. വെള്ളവുമായിട്ട് കുഴയ്ക്കുകയാണെങ്കിൽ പ്രത്യേക ഷേപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ എന്താണ് അത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും എന്താണ് ആ ഒരു ഹാർഡായിട്ട് മാറും. നോക്കാം, ഉപയോഗങ്ങൾ എന്താണ്? കെട്ടിട നിർമ്മാണ വ്യവസായത്തിനും പ്ലാസ്റ്ററിനുമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വൻതോതിൽ ഉപയോഗിക്കുന്നത്. ഉളുക്ക്, എല്ലൊടിവ് എന്നിവ സംഭവിച്ച ശരീരഭാഗം ചലനം തട്ടാതെ സൂക്ഷിക്കുവാൻ ഇത് ഉപയോഗിക്കുന്നു. പ്രതിമകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ അച്ച് നിർമ്മിക്കുന്നതിനും വൈദ്യത്തിലും അലങ്കാര പണികളിലും ഇത് ഉപയോഗിക്കുന്നു. അല്ലേ, അപ്പം എന്താണ് ഡെക്കറേഷൻ, പിന്നെ എന്താണ് ഡെന്റിസ്ട്രിയിൽ യൂസ് ചെയ്യുന്നു, പിന്നെ എന്താണ് ഈ പ്രതിമകളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള അച്ചിന് വേണ്ടിയിട്ട് ഒക്കെ ഇത് യൂസ് ചെയ്യുന്നു. സോ അതാണ് എന്താണ് കാൽസ്യം സൾഫേറ്റ് അല്ലെ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഉപയോഗങ്ങൾ. ഇനി ഇതിൽ തന്നെ എന്താണ് ഒരു പ്രത്യേക ഹെഡിങ്ങിൽ പറയുന്നതാണ് സിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കാം. സിമെന്റ് ഒരു പ്രധാന കെട്ടിട നിർമ്മാണ വസ്തുവാണ് സിമെന്റ്. ഇംഗ്ലണ്ടിൽ 1842 ജോസഫ് ആസ്പിഡിൻ ആണ് ഈ വസ്തു ആദ്യമായി പരിചയപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിലെ പോർട്ട്ലാൻഡ് ദ്വീപിൽ നിന്നും ഖനനം ചെയ്തെടുത്ത പ്രകൃതിദത്ത ചുണ്ണാമ്പ് കല്ലിനോട് സാദൃശ്യമുള്ളതിനാൽ ഇതിനെ പോർട്ട്ലാൻഡ് സിമെന്റ് എന്നും വിളിക്കുന്നു. അല്ലെ, അപ്പൊ പോർട്ട്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന നാച്ചുറൽ ആയിട്ടുള്ള എന്താണ് ചുണ്ണാമ്പ് കല്ല്, ലൈം സ്റ്റോണിനോട് ഇതിന് സാദൃശ്യമുള്ളത് കൊണ്ടാണ് ഇതിനെ പോർട്ട്ലാൻഡ് സിമെന്റ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഓക്കെ, സോ ലൈം ധാരാളമായി അടങ്ങിയിട്ടുള്ള വസ്തുക്കളും സിലിക്കൺ ഡയോക്സൈഡ് സിലിക്ക ഒപ്പം അലൂമിനിയം, ഇരുമ്പ്, മഗ്നീഷ്യം എന്നിവയുടെ ഓക്സൈഡുകളും അടങ്ങിയ കളിമണ്ണും സംയോജിപ്പിച്ചുണ്ടാകുന്ന ഉൽപ്പന്നമാണ് സിമെന്റ് എന്ന് പറയുന്നത്. അപ്പം സിമെന്റ് എന്താണ്? ഒരു ലൈം ഉണ്ടാവും, അതായത് കാൽസ്യം ഓക്സൈഡ്, അതുപോലെ മറ്റുള്ള മെറ്റീരിയൽസ് സച്ച് ആസ് സിലിക്കൺ ഡയോക്സൈഡ് അലോങ് വിത്ത് എന്താണ് ഓക്സൈഡ്സ് ഓഫ് ബാക്കി പല എലമെന്റ്സ് എല്ലാം കൂടെ, അതായത് അലൂമിനിയം, ഇരുമ്പ്, അയൺ, മഗ്നീഷ്യം എന്നിവയുടെ ഓക്സൈഡുകളും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്? സിമെന്റ് ഉണ്ടാകുന്നത്. സോ അതിന്റെ ഘടന ഇവിടെ പറയുന്നുണ്ട്. പോർട്ട്ലാൻഡ് സിമെന്റിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ ശരാശരി അളവ് ചുവടെ ചേർത്തിരിക്കുന്നു. കാൽസ്യം ഓക്സൈഡ് ആണെങ്കിൽ 50 മുതൽ 60%, സിലിക്കൺ ഡയോക്സൈഡ് ആണെങ്കിൽ 20 മുതൽ 25%, അലൂമിനിയം ഓക്സൈഡ് ആണെങ്കിൽ 5 മുതൽ 10%, മഗ്നീഷ്യം ഓക്സൈഡ് ആണെങ്കിൽ 2 മുതൽ 3%, Fe2O3 ആണെങ്കിൽ 1 മുതൽ 2%, SO3 1 മുതൽ 2%. അതുപോലെ നല്ല ഗുണനിലവാരമുള്ള സിമെന്റിൽ സിലിക്കയും അലൂമിനിയവും തമ്മിലുള്ള അനുപാതം 2.5 and 4 ഇടയ്ക്കും ലൈമും സിലിക്കൺ, അലൂമിനിയം, അയൺ അവയുടെ ആകെ ഓക്സൈഡുകളും തമ്മിലുള്ള അനുപാതം 2-ന് വേണം. അല്ലെ, അപ്പൊ രണ്ടെന്ന് പറയുന്ന വാല്യൂവിന് അടുത്തായിരിക്കണം. അപ്പൊ എന്താ പറയുക, ഇതൊക്കെയാണ് സിമെന്റ് എന്ന് പറയുന്നത്. ഇത്രയും സാധനങ്ങളുടെ ഒരു ബ്ലെൻഡ് ആണ് സിമെന്റ് എന്ന് പറയുന്നത്. ഇത്രയും സാധനങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ്. ആ കോമ്പിനേഷന്റെ എന്താണ് ഈ വാല്യൂസ് കോമ്പസിഷൻ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സിമെന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സിലിക്കയെ അലൂമിനിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് 2.5-നും 4-നും ഇടയായിരിക്കണം. ലൈമും സിലിക്കൺ, അലൂമിനിയം, അയൺ ഇവയുടെ ആകെ ഓക്സൈഡുകൾ അവർ തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 2-ന് അടുത്തുമായിരിക്കണം. അടുത്ത് നോക്കാം.
ചുണ്ണാമ്പ് കല്ലും കളിമണ്ണുമാണ് സിമെന്റ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ. കളിമണ്ണും ലൈമും മിശ്രണം ചെയ്ത് ശക്തമായി ചൂടാക്കുമ്പോൾ അവ ഉരുകി പരസ്പരം പ്രവർത്തിച്ച് സിമെന്റ് ക്ലിങ്കർ ഉണ്ടാകുന്നു അല്ലെ. അപ്പൊ ആദ്യം എന്താണ്, സിമെന്റ് ക്ലിങ്കർ ആണ് ഫോം ചെയ്യുന്നത്. ഇനി അടുത്തത്, ഈ ക്ലിങ്കർ 2 മുതൽ 3% ഭാരം ജിപ്സവുമായി കൂട്ടിക്കലർത്തി സിമെന്റ് രൂപപ്പെടുന്നു. ഇപ്രകാരം 26% ഡൈ കാൽസ്യം സിലിക്കേറ്റ്, 51% ട്രൈ കാൽസ്യം സിലിക്കേറ്റ്, അതുപോലെ 11% ട്രൈ കാൽസ്യം അലൂമിനേറ്റ് എന്നിവയാണ് പോർട്ട്ലാൻഡ് സിമെന്റിന്റെ പ്രധാന ഘടകങ്ങൾ. സോ ഇതാണ് പോർട്ട്ലാൻഡ് സിമെന്റിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ആദ്യം സിമെന്റ് ക്ലിങ്കർ ഫോം ചെയ്യുന്നു. ഈ ക്ലിങ്കർ എന്ത് ചെയ്യുന്നു, 2 മുതൽ 3% ജിപ്സവുമായിട്ട് എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു. അങ്ങനെയാണ് സിമെന്റ് ഫോം ചെയ്യുന്നത്. സോ അതിനകത്ത് ഓരോ ആൾക്കാരുടെ എന്തൊക്കെയാണ് ഘടകങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞു. ഇനി അടുത്തത് സിമെന്റ് സെറ്റിംഗ്. ജലവുമായി കൂട്ടിക്കലർത്തുമ്പോൾ സിമെന്റ് സെറ്റിംഗ് നടന്ന് കട്ടി കൂടിയ പദാർത്ഥം ഉണ്ടാകുന്നു. ഘടക തന്മാത്രകളുടെ ജലസംയോജനവും അതുപോലെ പുനഃക്രമീകരണവുമാണ് ഇതിന് കാരണം. നന്നായി കട്ടിയാക്കത്തക്ക വിധത്തിൽ സിമെന്റ് സെറ്റാകാനുള്ള സമയം ദീർഘിപ്പിക്കുക എന്നതാണ് ജിപ്സത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, സോ ജിപ്സം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു സിമെന്റ് കട്ടിയാകാൻ എടുക്കുന്ന സമയം എന്താണ്, കൂട്ടുക, അല്ലെങ്കിൽ ആ ഒരു സെറ്റിംഗ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നത് സ്ലോ ഡൗൺ ചെയ്യുക എന്നാണ് അതിൻ്റെ ഇത്. സോ ദാറ്റ് എന്താണ്, സിമെന്റ് നന്നായിട്ട് ഹാർഡൻഡ് ആവാനായിട്ട്. ഇനി ഉപയോഗങ്ങൾ നോക്കാം. ഇരുമ്പും ഉരുക്കും കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളുടെയും ഒരു പ്രധാന ആവശ്യ വസ്തുവാണെന്ന് പറയുന്നത് സിമെന്റ്. പാലങ്ങൾ, അണക്കെട്ടുകൾ, കെട്ടിടങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് കോൺക്രീറ്റ്, ബലപ്പെടുത്തിയ കോൺക്രീറ്റ്, പ്ലാസ്റ്ററിംഗ് എന്നിവ സിമെന്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ യൂസസ് നമുക്ക് അറിയാം. അപ്പോൾ ഇതാണ് സിമെന്റ്. സിമെന്റിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് എങ്ങനെയാണ്, സെറ്റിംഗ് ഓഫ് സിമെന്റ് എന്താണ്, അവിടെ ജിപ്സത്തിന്റെ റോൾ എന്താണ് എന്നത് നോക്കി വെക്കാം. അടുത്തത് മഗ്നീഷ്യത്തിന്റെയും കാൽസ്യത്തിന്റെയും ജീവശാസ്ത്രപരമായ പ്രാധാന്യം നോക്കാം. എങ്ങനെയാണ് നമ്മൾ നേരത്തെ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ കാൽസ്യം മഗ്നീഷ്യവും എന്ത് റോളാണ് വഹിക്കുന്നത് നോക്കാം. പ്രായപൂർത്തിയായ ശരീരത്തിൽ 0.06 ഗ്രാം കോപ്പറും 5 ഗ്രാം അയണുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 25 ഗ്രാം മഗ്നീഷ്യവും 1200 ഗ്രാം കാൽസ്യവും അടങ്ങിയിരിക്കുന്നു. ഇനി 200 മുതൽ 300 മില്ലിഗ്രാം വരെയാണ് കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ദിനം പ്രതിയുള്ള ആവശ്യകത എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഡെയിലി റിക്വയർമെന്റ് ഓഫ് ഹ്യൂമൻ ബോഡി, അതായത് മഗ്നീഷ്യത്തിന്റെയും കാൽസ്യത്തിന്റെയും ഡെയിലി റിക്വയർമെന്റ് എന്ന് പറയുന്നത് 200 മുതൽ 300 മില്ലിഗ്രാം വരെയാണ്. ഓക്കെ, ഇനി ഫോസ്ഫേറ്റ് സ്ഥാനാന്തര പ്രക്രിയയിൽ ATP ഉപയോഗിക്കുന്ന എല്ലാ രാസാഗ്നികൾക്കും മഗ്നീഷ്യം സഹഘടകങ്ങൾ കോഫാക്ടറായി ആവശ്യമുണ്ട്. അപ്പൊ ATP ഉപയോഗിക്കുന്ന എല്ലാ രാസാഗ്നികൾക്കും, രാസാഗ്നി എന്ന് പറഞ്ഞാൽ എന്താണ്, എൻസൈംസ് ആണ്. അപ്പൊ ATP യൂസ് ചെയ്യുന്ന എല്ലാ എൻസൈംസിനും എന്ത് വേണം, ഈ ഒരു മഗ്നീഷ്യം കോഫാക്ടർ ആയിട്ട് ആവശ്യമുണ്ട്. ഇനി സസ്യങ്ങളിൽ പ്രകാശം ആഗിരണം ചെയ്യുന്ന പ്രധാന വർണ്ണകമായ ക്ലോറോഫിൽ മഗ്നീഷ്യം ഉൾക്കൊള്ളുന്നു. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ക്ലോറോഫിലിനകത്തുള്ളത് മഗ്നീഷ്യമാണ്. അതുപോലെ ശരീരത്തിലെ 99% കാൽസ്യവും എല്ലുകളിലും പല്ലുകളിലുമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. നാഡി മാംസപേശി സംബന്ധിത പ്രവർത്തനങ്ങളിലും അന്തർനാഡി കോശ പ്രസരണങ്ങളിലും കോശസ്തര സമഗ്രതയിലും രക്തം കട്ടപിടിക്കുന്നതിലും കാൽസ്യം പ്രധാന പങ്ക് വഹിക്കുന്നു. പ്ലാസ്മയിൽ കാൽസ്യത്തിന്റെ ഗാഢത 100 mg/L എന്ന തോതിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇതിന്റെ ഗാഢത നിലനിർത്തുന്നത് കാൽസിറ്റോണിൻ, പാരാതൈറോയിഡ് ഹോർമോൺ എന്നീ 2 ഹോർമോണുകളാണ്. അതറിയാലോ, കാൽസ്യത്തിന്റെ ലെവൽ നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന 2 ഹോർമോണുകളാണ് കാൽസിറ്റോണിനും പാരാതൈറോയിഡ് ഹോർമോണും. ഇനി എല്ല് ഒരു നിർജീവവും നിശ്ചേതനവുമായ ഒന്നല്ല എന്നും ദിനംപ്രതി 400 മില്ലിഗ്രാം എന്ന നിരക്കിൽ ലയിക്കുകയും വീണ്ടും അവക്ഷിപ്തപ്പെടുകയും ചെയ്യുന്ന ഒന്നാണെന്ന് നിങ്ങൾക്കറിയാമോ. ഇതിനാവശ്യമായ കാൽസ്യം കടന്നു പോകുന്നത് പ്ലാസ്മയിലൂടെയാണ്. ഓക്കെ, അപ്പൊ ബോൺ എന്ന് പറയുന്നത് എന്താണ്, സ്ഥിരമായിട്ട് ലയിക്കുന്നതും പിന്നെ എന്താണ്, പിന്നെയും അവക്ഷിപ്തപ്പെടുന്നതും ചെയ്യുന്ന ഒന്നാണ്. അപ്പം ഡെയിലി നമുക്ക് എന്താണ് 400 മില്ലിഗ്രാം പെർ ഡേ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് എന്ന നിരക്കിലാണ് ഇത് ലയിക്കുന്നത്. സോ ഇതിനാവശ്യമായിട്ടുള്ള കാൽസ്യം കടന്നു പോകുന്നത് എന്താണ്, പ്ലാസ്മയിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ്, അതുപോലെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് മഗ്നീഷ്യം ആൻഡ് കാൽസ്യം, ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പുതിയൊരു ചാപ്റ്ററുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, ബൈ.